നമസ്കാരം. പലരും ചോദിച്ചു തുടങ്ങി, എന്തിനാണ് ഈ ജസ്ന സലീമിനെതിരെ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ എന്തിനാണ് ഇത്ര കണ്ട് വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ളത്. നോക്കൂ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവബോധം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ രണ്ടിലൊന്ന് തീരുമാനം. ഒന്നെങ്കിൽ അവബോധം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വരണം. എങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ മണ്ടന്മാർക്ക് ഇത് തലയിൽ കയറില്ല എന്ന് നമുക്ക് ധാരണ വേണം. പക്ഷേ ഇത് അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, തലയിൽ വെള്ളിയും വെള്ളിയാഴ്ചയും ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ഓരോ ആളുകളുടെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തന്നെയുള്ള ഒരു വലിയ ചിത്രകാരൻ, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അതും 10-30 വർഷമായിട്ട് ഈ കലാരംഗത്ത് ഈ തപസ്യ അതല്ലെങ്കിൽ ഇത് വെറുമൊരു തട്ടിപ്പിനും ഉപജീവന മാർഗത്തിനും വേണ്ടി അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ കരുതുന്ന പോലെയുള്ള ഒന്നല്ല ഇത് ദൈവികമായിട്ടുള്ള ഒരു വരദാനം തന്നെയാണ്. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് നമ്പർ നമ്മൾ എല്ലാ വീഡിയോയുടെയും താഴെ കൊടുക്കാറുണ്ട്. അതിൽ വാട്സാപ്പ് മാത്രമേ കിട്ടുള്ളൂ, വാട്സാപ്പ് ഓഡിയോയും അതുപോലെ മെസ്സേജും ചെയ്യാം. ചില ജിഹാദികളുണ്ട്, കാണുന്ന നമ്പറിലൊക്കെ വിളിച്ച് അവന്റെ ഉമ്മാനോടും പെങ്ങളോടും മകളോടും പ്രകടിപ്പിക്കുന്ന ആ സംസ്കാരം പ്രകടിപ്പിക്കാൻ വരും. അതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പ് മാത്രം അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ച ഒരു ഓഡിയോ ആദ്യം ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ആ ഓഡിയോ നമ്മൾക്ക് കേട്ടിട്ട് വരാം. ബൈജേട്ടാ നമസ്കാരം. ഞാൻ ന്യൂസ് കഫേന്റെ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 21 കൊല്ലമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ചിത്രകലയിലും കയ്യക്ഷരത്തിലും മ്യൂറൽ പെയിൻറ്റിങ്ങിലും ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അത് ഞാനിവിടെ 10ഓളം സ്ഥലങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിത്രകലയിൽ എൻ്റെ ക്ലാസ്സിനകത്ത് വരച്ച് പരിശീലിച്ച കുട്ടികളെ കോഴിക്കോട് ആർട്ട് ഗാലറി 6ഓളം പ്രദർശനം, 80ഓളം കുട്ടികളെ ഞാൻ ആർട്ട് ഗാലറി, കോഴിക്കോട് ആർട്ട് ഗാലറി കൊണ്ടുവന്ന് അവരെ കൊണ്ട് ലൈവൊക്കെ വരപ്പിച്ച ആൾക്കാരാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് അത് പഠിപ്പിച്ചെടുക്കുന്നതും ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ന്യൂസ് കഫേ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു നമ്മളെ ഹിന്ദുക്കൾക്ക് പറ്റിയൊരു സംഭവം തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ഒരു സംഭവമാണ് ന്യൂസ് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ആ ജസ്ന സലീമിനെ കുറിച്ചുള്ള ആ വീഡിയോസ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ജസ്ന സലീം ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ തോന്നുന്നു കൃഷ്ണനെ വരച്ചൊക്കെ ഇങ്ങനെ ആക്കാൻ തുടങ്ങുന്ന കാലം മുതൽക്ക് ഞാൻ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഇത് ട്രേസ് ഇട്ട് വരച്ച ചിത്രമാണ്. ഇത് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ഇട്ട് വരച്ച് അതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല. ഗ്ലാസ് പെയിൻ്റാണത് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് പറയാനുള്ള ഇപ്പം എന്താ വെച്ചാൽ, ഇവർ മോദിജിനെ പറ്റിച്ചു, സുരേഷ് ഗോപി സാറിനെ പറ്റിച്ചു, ഹിന്ദുക്കളെ പറ്റിച്ചു. കാരണം ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇറച്ചി മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവർ പറഞ്ഞു, ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് 101 കൃഷ്ണനായിട്ട് വരച്ചിട്ട് ഗുരുവായൂർ തന്നെയാണെന്ന് തോന്നുന്നു കൊടുത്ത സമയത്ത് വളരെ ലാഘവത്തോട് പറഞ്ഞ് ഇത് എത്ര ദിവസം കൊണ്ടാണ് വരച്ച് വെച്ചത്, 3 മാസം കൊണ്ടെന്നു. അപ്പോൾ 3 മാസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം ഒരു ദിവസം എടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും 101 ചിത്രം വരയ്ക്കണമെങ്കിൽ ചിലപ്പം ഒരു കൊല്ലത്തിന് പുറത്ത് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1 കൊല്ലത്തിന് പുറത്ത് നമ്മൾ ഇരിക്കണം. കാരണം ഒരു ചിത്രം നല്ലപോലെ വരച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം വരയ്ക്കാൻ 2 ദിവസം മിനിമം എടുക്കും. 2 ദിവസം പോരാ, 2 ദിവസത്തിലേക്ക് അപ്പുറത്തേക്ക് എടുക്കും. ഇനി പോട്ടെ, അങ്ങനെ എടുത്ത് തന്നെ കൂട്ടുക. ഇനി 2 ദിവസം കൊണ്ട് എടുത്ത് തന്നെ കൂട്ടുക. ഈ 2 ദിവസം എടുത്താലും നമുക്കിത് സ്ഥിരമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സ്ഥിരമായിട്ട് ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോൾ എല്ലാ തൊഴിലിനും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ചിത്രം വര എന്ന് പറഞ്ഞാൽ ശരിക്കും തലയും താത്തിട്ടിട്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധയോട് കൂടി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന സംഭവമാണ്. ഒരു മറ്റേ ബാക്കിയുള്ളൊരു ഇതിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലേശം റെസ്റ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അത് പോരാ, നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ശരിക്കൊരു ഉറക്കം പോലെ കുത്തരി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അടുത്തുനിന്നൊരു എന്തൊരു ശബ്ദം ഉണ്ടായാൽ പോലും നമ്മൾ കേൾക്കാത്ത അത്രയും രീതിയിൽ നമ്മൾ മൈന്യൂട്ടായി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ വരുമ്പം ഒരിക്കലും ഇത് ആ രീതി ചെയ്യാൻ പറ്റില്ല. കാരണം ഏറി വന്നാൽ ആഴ്ചയിൽ ഒരു 2 പിക്ചറൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ ആകുമ്പോൾ എത്ര ദിവസം പിടിക്കും ഈ ചിത്രം തീരണമെങ്കിൽ? കാരണം ഞാനിത് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന ആളാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചിത്രം വരയാണ് ഞാൻ പറഞ്ഞത് 25 കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ ശരിക്ക് ചെയ്തത് നമ്മുടെ എല്ലാവരെയും വഞ്ചിച്ചു, എല്ലാവരും വഞ്ചിച്ചാണ്. കാരണം ഈ കുട്ടിക്ക് ശരിക്കും നമ്മുടെ കൃഷ്ണൻ തന്നെ കൊടുത്തൊരു പണം. കൃഷ്ണൻ്റെ പേരിൽ അവർ പ്രസിദ്ധി നേടി. ആ കൃഷ്ണനെ വഞ്ചിച്ചതിൻ്റെ പേരിൽ അവർക്ക് കുപ്രസിദ്ധിയും കൂടി കിട്ടാൻ വേണ്ടി പോവാണ്. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഭഗവാന്മാർ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇറച്ചി മീനും കുളിക്കാതെയും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുള്ളത്. ആ രീതിയിലാണ് ഞങ്ങളത് പഠിപ്പിക്കുന്നതും. അതിനെക്കോണം കുട്ടികൾക്ക് ഡെവലപ്പിംഗ് തന്നെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്, നല്ല ഡെവലപ്പിംഗ്. അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് അയച്ചുതരാം. ചെറിയ ചെറിയ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ ഞാൻ അയച്ചുതരാം. അതിൻ്റെ ഇതൊക്കെ ഞാൻ അയച്ചുതരാം ബൈജേട്ടന്. അങ്ങനെ ലൈവൊക്കെ ചെയ്തിട്ട് പത്രക്കാരൊക്കെ പ്രത്യേകം നമ്മളെ നാട്ടുകാരിലൊക്കെ പ്രദർശനം നടത്തുമ്പോൾ തത്സമയ വരെയും നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് TV ചാനലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ജസ്ന എന്നെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ജസ്ന ചെയ്തത് അത്രയും മോശമുള്ള പരിപാടിയാണ്, അത്രയും മോശമുള്ള. ഇനിയിപ്പോൾ ജസ്ന പോട്ടെ, 1-2 പിക്ചറിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തൊരു പേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്ന എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് നല്ലൊരു കീഴിൽ പോയി പഠിക്കേണ്ടിയിരുന്നു. കാരണം അങ്ങനെയാണല്ലോ നമ്മൾക്ക് ഒരു എന്തെങ്കിലും ആയി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രസിഡന്റ് നമ്മളെക്കാളും അറിവുള്ള ആൾക്കാർ പോയിട്ട് അത് സ്വായത്തമാക്കി എടുക്കേണ്ടിയിരുന്നു. അത് ജസ്ന ചെയ്തിട്ടുമില്ല. കാരണം അവൾ വിചാരിച്ച് എല്ലാ കാലത്തും ഈ ജനങ്ങളെങ്ങനെ പറ്റിച്ച് ജീവിക്കാമെന്നാണ്. 1-2 പ്രാവശ്യം കക്കാനൊക്കെ പറ്റുമോ, 4മത്തെ എല്ലാം പിടിക്കപ്പെടും. അതിപ്പോൾ നടന്നിരിക്കുന്നു ബൈജേട്ടാ. നോക്കൂ, അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങളൊന്നും ഞാനിവിടെ പങ്കുവെക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വകാര്യത, അദ്ദേഹത്തിന് അതിൽ പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല എൻ്റെ അടുത്ത് ഈ ഓഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ആയിക്കോട്ടെ ബൈജോട്ടെ, അത് 100% സമ്മതം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇതിൽ എന്നെ ആകർഷിച്ച 2 കാര്യം, അതായത് ജെനുവിനായിട്ട് നമ്മളുടെ മനസ്സിൽ കൊണ്ട ഒരു 2 കാര്യം എന്തെന്നറിയാമോ? ഒന്ന്, ഈ പെണ്ണ്, ഈ ജസ്ന എന്ന് പറയുന്ന കൃഷ്ണന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നടക്കുന്ന ഒരു സ്ത്രീ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ടും അവർ ഒരു രീതിയിലല്ലാണ്ട് അവരൊരു ചിത്രകാരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ അവർ തെളിയിക്കേണ്ട കാര്യമാണ്. അവർ വരച്ച ചിത്രമാണോ അല്ലയോ എന്നുള്ളത് അവർ തെളിയിക്കേണ്ടതാണ്. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബ്ലാങ്ക് പേപ്പറിൽ വരച്ചുകൊണ്ട് അവർ കാണിക്കണം. അല്ലാതെ നാട്ടുകാരെങ്കിലും ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതിന്റെ മേലക്കൂടെ വന്ന് വരയ്ക്കാൻ ഏത് പൊട്ടക്കണ്ണനും പറ്റും എന്നുള്ളത് അറിയാം. അത്തരത്തിൽ അവരുടെ നിരപരാധിത്വം, അവരുടെ ജെനുവിനിറ്റി തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് മാത്രമാണ്. അവരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇനി ഹണി ട്രാപ്പ് കാര്യമാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള ഒരുപാട് ഫോൺ റെക്കോർഡുകളും വീഡിയോകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നിരുന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വിടുക. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവരെ ഇനി നമ്മൾ തള്ളണോ കൊള്ളണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. പിന്നെ ആത്മഹത്യാ നാടകം എന്നൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇന്ന് അന്നം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. രാവിലെ 10 മണിക്ക് ഞാനിത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു, പിന്നെയോ 10-11 മണിയാകുമ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, പിന്നെയോ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കയറ്റി എന്ന് പറയുന്നു, പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഡിസ്ചാർജ് ആയി എന്ന് പറയുന്നു. അതും കഴിഞ്ഞ് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ലൈവിൽ വന്നിരിക്കുന്നു, ഞാൻ അതാണ് ഇതാണ്. 2 കുട്ടികളെ കാണിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് തട്ടമിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് ഈ പറയുന്ന ഗുരുവായൂർ നടയിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണന്റെ ഓടക്കുഴലിനെ വരെ പരിഹസിച്ചുകൊണ്ട് ഒരു പി വിളിച്ച് കണ്ണൊക്കെ ഇങ്ങനെ ബി ചെല്ലിക്കൊണ്ട് വൃത്തികെട്ട രീതിയിൽ ആ നമ്മുടെ എല്ലാം മഹാക്ഷേത്രമായിട്ടുള്ള ആ ക്ഷേത്രത്തെ അപമാനിച്ച ഈ സ്ത്രീയോട് ഈ മര്യാദ തന്നെ, ഈ മാന്യത തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, ഇതിന്റെ അപ്പുറം പ്രതികരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ 2 കാര്യമുണ്ട്. ഒന്ന്, 2 മാസം കൊണ്ട് ഈ പെണ്ണ് 10-200 ചിത്രങ്ങൾ വരച്ചു കൂട്ടി എന്നാ പറഞ്ഞത്. ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഈ ചിത്രകല എന്ന് പറയുന്ന ഇത്തരത്തിലൊരു കണ്ണന്റെ ഭഗവാന്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വൃദ്ധശുദ്ധി വേണമെന്ന് പറയുന്നു. ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ മുസ്ലിമാണെന്ന് നമ്മൾക്കറിയാം. അവർ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നു, എന്തൊക്കെ കഴിക്കുന്നു, വെജ് കഴിക്കുന്നോ നോൺ വെജ് കഴിക്കുന്ന അശുദ്ധമായിട്ടുള്ള ആളാണോ ഒന്നും നമ്മൾക്കറിയില്ല. അത്തരത്തിൽ ഒരിക്കലും ചെയ്യേണ്ട ഒരു ദൈവിക കലയല്ല ഭഗവാന്റെ ചിത്രം വരയ്ക്കൽ. അവർ വേറെ ഏതെങ്കിലും ചങ്ങായിമാരുടെ മഹോന്നതന്റെ ഒക്കെ വരയ്ക്കാച്ച നമുക്ക് പോട്ടെ എന്ന് വെക്കാം, അത് അവരുടെ വിഭാഗമാണ്. ഇത് ഭഗവാന്റെ ചിത്രം വരയ്ക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകളുണ്ട്, അതിവർ പാലിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾക്ക് പറയാം. മാത്രമല്ല ആഴ്ചയിൽ 1-2 ചിത്രങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ ആവുകയുള്ളൂ എന്നിരിക്കെ എങ്ങനെയാണ് ഇവർ 100-ന് മുകളിലുള്ള ചിത്രങ്ങൾ 1-2 മാസം കൊണ്ട് വരച്ചു കൂട്ടിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവർ വായ തോന്നിയ
വിലക്കി കൊടുക്കുക. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. അതിന് സുരേഷ് ഗോപി സാറായാലും നരേന്ദ്രമോദിജി ആയാലും അവരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവിടേക്ക് ആരാണ് അവരെ എത്തിച്ചു കൊടുത്തത് എന്നൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങൾ തന്നെയാണ്. അതിനി ആരായാലും ഉള്ളവനായാലും പുറത്തുള്ളവനായാലും അവനെയും കൂടിയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയേണ്ടതുണ്ട്. ആ കാര്യമാണ് 2 മാസം കൊണ്ട് ഒരിക്കലും 100-ന് മുകളിൽ ചിത്രം വരയ്ക്കാൻ ആവില്ല എന്നുള്ളത്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് ഇങ്ങനെ ഭഗവാൻ ദർശനം നൽകിക്കൊണ്ട്, ഭഗവാനെ ഞാൻ പുച്ഛിക്കുകയല്ല, ഇവൾ പറഞ്ഞ ആ ഭാഷ ഉപയോഗിക്കുകയാണ്. അത്തരത്തിൽ ഭഗവാൻ ദർശനം നൽകിക്കൊണ്ട് ഭഗവാൻ വരപ്പിച്ചതാണെങ്കിൽ ഈ പെണ്ണ് പിന്നെ എന്ത് ചെയ്യണം? ഭഗവാൻ ഭക്തനാണ്, ഞാൻ കണ്ണന്റെ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കണ്ണനോടുള്ള ആ ബഹുമാനം, ആ കണ്ണനോടുള്ള ആദരവ് കാണിക്കണം. അത് ആ സ്ത്രീ കാണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ നട എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവരുടെ ആ ചിത്രവിൽപ്പന, അതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുക. കാരണം 100-200 രൂപയുടെ മുടക്കുള്ള ഫോട്ടോ കോപ്പി ചിത്രത്തിന് 20,000, 15,000, 10,000 ഒക്കെ വാങ്ങിക്കൊണ്ട് കോടികൾ സമ്പാദിക്കുക. അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല വലിയ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബഹുമാനപ്പെട്ട വലിയൊരു സാമ്പത്തിക മുതലാളി ഈ നാട്ടിലെ, അയാൾ ഇവളോട് കുളി കാണണം എന്നൊക്കെ പറയുകയാണ്, ബാത്റൂം ദൃശ്യങ്ങൾ വരെ കാണണം എന്നൊക്കെ ഈ പറയുന്ന ആ രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങൾ. എന്തിനാണ് മറ്റൊരാളുടെ സ്വകാര്യത റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്? എന്തിനാണത് പുറത്തുവിടുന്നത്? എങ്ങനെയാണത് പുറത്താവുന്നത്? ഇതൊക്കെ ചോദ്യം തന്നെയാണ്. അവിടെയാണ് ഹണി ട്രാപ്പുകാരി ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ ഒക്കില്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാനിപ്പോ ഒരു കല, എനിക്ക് ദൈവികമായിട്ടൊരു ദർശനത്തിൽ ഞാൻ വരച്ചു എന്ന് കരുതുക. പക്ഷെ അപ്പോൾ ഞാൻ എന്തായിരിക്കണം? കൂടുതൽ അതിൽ വരയ്ക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇവർ പഠിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകളെ പറ്റിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളാണ് അദ്ദേഹം ഞാനുമായി പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇവളെക്കുറിച്ച്, ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ അവർ ഉഡായിപ്പാണോ തട്ടിപ്പാണോ, ഇതൊക്കെ ഇനി മാന്യ പ്രേക്ഷകർ സ്വയം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഫോളോ അപ്പ് വീഡിയോകൾ തന്നെ നമ്മൾ ഇനിയും പുറത്തു വിടുന്നുണ്ട്. അത് ഓരോ ദിവസവും ഓരോന്ന് വീതം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇവിടം കൊണ്ട് നിർത്തേണ്ട ഒരു കാര്യവുമെന്നല്ല. ലോകത്താകമാനമുള്ള ഹിന്ദു ഭക്തർ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പന്റെ നടയിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിളിക്കുക, പിന്നെയോ അവരുടെ ആ പീപ്പി വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ഓടക്കുഴലിനെ പരിഹസിക്കുക. എന്നിട്ടോ നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എടാ ഹിന്ദുവേ എന്ന് വിളിച്ചോതുന്ന രീതിയിൽ തന്നെ അവരുടെ മുസ്ലിം വേഷധാരണവും, എന്നിട്ടോ അവിടെ എല്ലാ ശ്രീകോവിലിനുള്ളിലേക്ക് വരെ ഇനി അവരങ്ങോട്ട് കയറ്റിയാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വരെ ഇവിടത്തെ ഹിന്ദു മാറി ഇന്ന് ഹിന്ദുവിനെ 2 തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. കോടികൾ സമ്പാദിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ പല ആളുകളുമായി ബന്ധം സൂക്ഷിച്ച് അവരുമായി ഫോൺ റെക്കോർഡ് ചെയ്ത് അവർ പറയുന്ന ഇക്കിളി വാർത്തകൾ പോലും തൻ്റെ മൊബൈലിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ ലക്ഷണമാണ് എന്ന് ഇനിയെങ്കിലും അല്പമെങ്കിലും ഈ തരിമ്പിനെങ്കിലും ബുദ്ധി തലയിൽ മിച്ചമുള്ള ഹിന്ദുവേ, മണ്ടൻ ഹിന്ദുവേ നീ ചിന്തിക്കുക. ഇനിതാ യഥാർത്ഥത്തിലുള്ള ചിത്രകാരൻ, അദ്ദേഹം പരിശീലിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാർത്ഥികൾ, അത് പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരും എല്ലാവരുമുണ്ട്. അവർ വരയ്ക്കുന്ന ആ രീതിയും പരിശീലിക്കുന്ന രീതിയാണ് വീഡിയോ ഇടുന്നുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ഫോട്ടോ കോപ്പി എടുക്കലൊക്കെ നിർത്തി തനിക്ക് കിട്ടുന്ന അന്നത്തിനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ഇവിടത്തെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ ഇനിയും മൂഞ്ചിച്ച് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഏതെങ്കിലും എണ്ണമുണ്ടെങ്കിൽ ആ സകല എണ്ണത്തിനും വെള്ളിയും വെള്ളിയാഴ്ചയും വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹിന്ദുവേ, മണ്ടൻ ഹിന്ദുവേ, ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്കല്ലാതെ അമേദ്യം തലയിൽ നിറച്ചുകൊണ്ട് തലച്ചോറ് പുറത്തു കളഞ്ഞ് ചിന്തിക്കല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.
Thank you.